ഹേ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ വൈഗാനിധി വ്ളോഗ്സ്. ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ മുതൽ ഞങ്ങൾ കേൾക്കുന്നൊരു കഥയായിരുന്നു കേട്ടോ ഈ അയ്യപ്പൻ കോവിലിനെ കുറിച്ചിട്ട്. അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ മലയാളികൾ ഒരുപാട് ബാംഗ്ലൂരുകളോട് തർക്കിച്ച് നേടിയെടുത്തൊരു അമ്പലയാത്ര ഇത് കേട്ടോ. നിങ്ങളിത് ചെയ്ത് കാണിക്കുന്ന അവർ നമ്മളെ വെല്ലുവിളിച്ചു കേട്ടോ. നമ്മൾ അടിപൊളി അമ്പലമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കോവിലാണ് കേട്ടോ. കൽവിളക്കൊക്കെയുള്ള നല്ലൊരു കോവിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചാമുട്ടനും ഞാനും അച്ഛനും കൂടിയിട്ടായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് അവർക്ക് ശരിക്കും പോലെ മലയാളികൾ അറിയില്ല എന്നാ. നമ്മൾ മലയാളികൾ പൊളിയാണ്, അതവർക്കറിയില്ല. കുഞ്ഞു കൊത്തുപണികളൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ നൈവേദ്യം എന്ന് പറയുന്നത് ഒരു പഴമാണ് കേട്ടോ നൈവേദ്യമായിട്ട് നമുക്ക് കിട്ടണത്. ബാംഗ്ലൂർ വരെ വന്നിട്ട് ബ്യൂട്ടി പാർലർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമായി പോകും. കാരണം നമ്മൾ പെൺപിള്ളേർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ ഈ ബ്യൂട്ടി പാർലർ. സ്മൈൽ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലറാണ് കേട്ടോ അത്. ഞാൻ കൺമഷി പൊട്ടും പൗഡറും മാത്രം ഇട്ട് നിൽക്കുന്ന പെൺപിള്ളേരുടെ കാര്യമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അത് മോശമാണെന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ബ്യൂട്ടി പാർലറിൽ പോകുന്ന പെൺപിള്ളേർക്ക് എവിടെ പോയാലും ബ്യൂട്ടി പാർലർ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതാ അവസാനം നല്ലൊരു ബ്യൂട്ടി പാർലർ കണ്ടെത്തിട്ടോ. തൊട്ടടുത്തുള്ള ബ്യൂട്ടി പാർലറുമാണ് കേട്ടോ അത്. നമ്മൾ നിൽക്കുന്ന തൊട്ടടുത്തുള്ള ബ്യൂട്ടി പാർലറാണ്. ഇവിടെ എന്ന് പറഞ്ഞ് ഹെയർ കട്ടിങ് ഉണ്ട്, പെഡിക്യൂർ, മാനിക്യൂർ, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. മെമ്പർഷിപ്പും ഉണ്ട്. എത്രയോ വർഷത്തെ മെമ്പർഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാമുട്ടനാണെങ്കിൽ ഇങ്ങനെ അധികം കൊടുക്കുന്ന ഉലാത്തി നടക്കുകയാണ് കേട്ടോ. ഇതാണ് പെഡിക്യൂറൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. സംഭവം നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ ആയിട്ട്. ഞാൻ ജീവിതത്തിൽ ഇതൊരു പെഡിക്യൂർ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ ബ്ലീച്ച്, ഫേഷ്യൽ, ഹെയർ കട്ടിങ് ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഹെയറിൻ്റെ മുകളിൽ വാഷിങ് ഇതൊക്കെ തന്നെ, സ്മൂത്തനിങ് അതൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇതൊരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ പെഡിക്യൂർ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പെഡിക്യൂർ ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് നേരം അത് നോക്കി നിന്നു കേട്ടോ. ആദ്യമായിട്ടാണ് പെഡിക്യൂർ ചെയ്യുന്നത് കാണുന്ന. എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ, എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു. ഇതിപ്പോൾ ചൂടുവെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ എന്തൊക്കെയോ പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കാലെടുത്ത് വെച്ച് ക്ലീനാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇത് വരുന്നത്, ഓരോ സ്റ്റെപ്പ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അന്തക്കാള പോലെ ഞാനത് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ക്ലൂ സുരേഷ് തിരിഞ്ഞു നോക്കി, മുറ്റത്തൊരു മൈന, ആ പുഞ്ചിരിയിൽ വീണു പോയി ഞാൻ. അതെ ഗൈസ്, ആ പുഞ്ചിരിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ബ്യൂട്ടി പാർലർ പോയിട്ടുള്ള ഒരു ഹെയർ കട്ടിങ്. സത്യം പറയാച്ചാൽ ആദ്യം അതൊന്നല്ലായിരുന്നു കേട്ടോ, മൂക്കുത്തണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. ഞാൻ മൂക്കുത്തി ഇത് കണ്ടിട്ടില്ല, ഗ്ലാമർ കൊണ്ടാണോ എന്നറിയില്ല. അമ്മ പറഞ്ഞു ഇനി മൂക്ക് കുത്തണ്ട എനിക്കെന്ന്. എനിക്കതൊരു സങ്കടമായെങ്കിൽ പോട്ടെ, ഞാൻ മാത്രം മതി സുന്ദരി. അപ്പം അമ്മയുടെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലർ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ നിൽക്കുന്നത് തന്നെ അമ്മയുടെ ഹെയർ കട്ട് ചെയ്യാനുള്ള ഒറ്റ ഉദ്ദേശത്തോടെ ആയിരുന്നു ബ്യൂട്ടി പാർലർ വന്നിട്ടുള്ളത് കേട്ടോ. പാവം എൻ്റെ അമ്മക്കുട്ടി ആദ്യമായിട്ട് ബ്യൂട്ടി പാർലർ വരുന്നുണ്ടായിരിക്കും. മുഖത്തൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയുടെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അമ്മ പുഞ്ചിരിച്ചിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇതാ അമ്മയുടെ മുടിയൊക്കെ ഇങ്ങനെ വെട്ടിയിരുന്നുണ്ട്. അമ്മയ്ക്ക് തോനും മുടി ഉണ്ടായിരുന്നു, ഒരുപാട് മുടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ അടുത്ത് അമ്മയുടെ മുടി വല്ലാതെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അമ്മയ്ക്ക് ഇത്രയും മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ മുടിയുടെ വണ്ണം പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു അമ്മ. അപ്പോൾ ഞങ്ങൾക്കുണ്ട് അമ്മോട് പറഞ്ഞു ഫെദർ കട്ടോ അല്ലെങ്കിൽ അങ്ങനെ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ ചെയ്യാം. അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. എങ്കിലും ഇതിപ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൂടെ നിന്ന് അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നു കേട്ടോ. നമ്മൾ കുട്ടികളുടെ ആഗ്രഹമൊക്കെ ചെറുപ്പത്തിൽ സാധിച്ചു തരുമ്പോൾ അച്ഛന്മാർ മേടിച്ചെന്നില്ലെങ്കിലും അമ്മമാരായിരിക്കുമല്ലേ പറഞ്ഞ് ചെയ്യിക്കാനുണ്ടാവുക. എല്ലാവരും അങ്ങനെയാണെന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു കേട്ടോ. എല്ലാ ആഗ്രഹവും ഞങ്ങളുടെ ഒപ്പം നിന്നിട്ട് പറഞ്ഞ അച്ഛനെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹം, കുട്ടി ആഗ്രഹം സാധിച്ചു തീർക്കേണ്ടത് നമ്മുടെ ഒരു കാര്യമല്ലേ. അപ്പോൾ എൻ്റെ ബ്രദറാണ് കേട്ടോ ഇങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ കാണിച്ചു തന്നതും അമ്മ ഹെയർ കട്ട് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടാക്കി തന്നതൊക്കെ. അവൻ ഞങ്ങളെ ആക്കിയിട്ട് തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം ടൈം പിടിക്കുമല്ലോ ഇതിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ മടങ്ങിപ്പോയി. നമ്മൾ ഹെയറൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ. അമ്മ നല്ല സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വിഷമം അമ്മയ്ക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് മുടിയുള്ള ഒരാൾക്ക് മുടി പോകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. എന്നാലും ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെയാണ് അമ്മ അവിടെ ഇരുന്നിരുന്നത് കേട്ടോ. അല്ല ഇതിപ്പോൾ എന്താ ചെയ്യണത്, നഖം ചുരണ്ടി എടുക്കുക. എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഞാൻ നോക്കിയപ്പോൾ അല്ല ചുരണ്ടി എടുക്കൊന്നുമല്ല കേട്ടോ, ക്ലീനാക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നപ്പോഴേക്കും എൻ്റെ അമ്മ ഇവിടെ, ഞാൻ 4 പുറം നോക്കാൻ തുടങ്ങി കേട്ടോ. ഏതാണ് ഈ സുന്ദരി പെണ്ണ്? എൻ്റെ അമ്മയെ കാണുന്നില്ല. ഈ കാറൊക്കെ കസേരടിക്കുന്ന സുന്ദരി ആരാണ്? അപ്പം എൻ്റെ അമ്മ അവിടെ. അതേ ഗൈസ്, അമ്മയെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഹെയറൊക്കെ കട്ട് ചെയ്ത് എൻ്റെ അമ്മ സുന്ദരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുഞ്ഞൻ പെണ്ണിനെ പോലെ നല്ല ആയിട്ട് എൻ്റെ അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു കോളേജ് കുട്ടിയെ പോലെയൊക്കെ ഉണ്ട് ഇപ്പോൾ കേട്ടോ. ഇനി സൂക്ഷിച്ച് വേണം വീട്ടിലേക്കൊക്കെ. അല്ല ഇതിപ്പോൾ എൻ്റെ അമ്മ എന്നെയൊക്കെ ഭംഗിയായോ?
ഇത് വെട്ടി കൊടുക്കണ്ടായിരുന്നില്ല. ചെറിയൊരു കുശുമ്പ് എനിക്കുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാ. എൻ്റെ അമ്മ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അമ്മയ്ക്കാണെങ്കിൽ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. മുടി എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് കട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് എങ്ങനെയാണ് നമ്മൾ കെട്ടേണ്ടതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ അവർ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരെന്തൊക്കെയോ മുടിയുടെ മുകളിലൊക്കെ തേക്കും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. മസാജിങ്ങും കാര്യങ്ങളൊക്കെ അവരുടെ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് പെഡിക്യൂർ അത്യാവശ്യം അവസാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലിൻ്റെ അടിയൊക്കെ അവർ ക്ലീൻ ആക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നി കേട്ടോ. നമ്മുടെ കാലിൻ്റെ അടി വേറൊരാൾ തോന്നുമ്പോൾ എനിക്ക് എന്തോ പോലെ ചെയ്യുന്നു കേട്ടോ. ഭയങ്കര വിഷമമൊക്കെ തോന്നാറുണ്ട്. ഓക്കെ, അവരുടെ ജോലിയല്ലേ, അവരത് തുടരട്ടെ. അവിടെ ആണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ടൈപ്പാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിനെയൊക്കെ എടുത്ത് നിധിക്കുട്ടിയൊക്കെ എടുത്ത് കൊഞ്ചിക്കുന്നുണ്ടായിരുന്നു. ആരുടെ അടുത്തും പോകാത്ത നിധിക്കുട്ടി എന്താണെന്നറിയില്ല, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരുടെ അടുത്ത്. ആ മുടി മെടഞ്ഞിട്ട കുട്ടിയില്ലേ, അത് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സ്വഭാവമാണ് കേട്ടോ. പെഡിക്യൂറിൻ്റെ അവസാനം എന്ന് പറയുന്നത് മസാജിങ് ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കയ്യിലൊക്കെ വെച്ച് നല്ല മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൈ കടച്ചിലും വേദനയൊക്കെ അവർക്ക് ഉണ്ടാവുമല്ലേ. അങ്ങനെ രണ്ടാമത്തെ കാലും അവരെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ എനിക്കെന്തോ സങ്കടം തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് കൂടുതലായിട്ടൊരു ഇത് കിട്ടുള്ളൂ. താങ്ക്